ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോഴുണ്ടാകുന്നത്. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന US വിമാനം ഇറാഖിൽ തകർന്നു വീണ് 6 പേർ കൊല്ലപ്പെട്ടു. ഇർബിലിലെ US സൈനിക താവളത്തിലുണ്ടായ ആക്രമണത്തിൽ നിരവധി സൈനികർക്ക് പരിക്കേറ്റു. ലബനനിലും ഇറാനിലും കനത്ത വ്യോമാക്രമണം തുടരുകയാണ്. ഇറാനിലെ 6000 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നും 150 കപ്പലുകൾ തകർത്തെന്നും അമേരിക്ക അവകാശപ്പെട്ടു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിലെ ഗലീലയിൽ 15 പേർക്ക് പരിക്കേറ്റു. ഹോർമുസ് കടലിടുക്ക് തുറക്കില്ലെന്ന മുജ്തഫ ഖാംനയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരി വിപണിയിൽ വന്നിടിവുണ്ടായി. വിവരങ്ങൾ നൽകാനായി നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ MC നാസറും ഒപ്പം തന്നെ അഫ്താബ് റഹ്മാനും വിവരങ്ങൾ നൽകും. MC നാസറിലേക്ക് ആദ്യം. നാസർ, ഗുരുതരമായ ഒരു സാഹചര്യം, ഇപ്പോഴും വലിയ സംഘർഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാന് തിരിച്ചടിക്കാൻ ശേഷിയില്ല, സൈനിക ശേഷിയൊക്കെ അമേരിക്കയുടെ ആക്രമണത്തിൽ തകർന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്കാണ് ഇപ്പോൾ വലിയ തിരിച്ചടി ആക്രമണത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നേരത്തെ യുദ്ധക്കപ്പലിലുണ്ടായ തീപിടുത്തത്തിന് പിന്നാലെ ഇപ്പോൾ വിമാനം തകർന്ന് വീണതടക്കം, വിമാനം എങ്ങനെ തകർന്നു എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതായത് അമേരിക്ക പറയുന്നത് തന്നെ തകർന്നു വീണ് സാങ്കേതിക തകരാറെന്തോ ആണെന്നാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളാണോ വിമാനം തകരാൻ കാരണം, അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ലഭിക്കുന്നുണ്ടോ? അമേരിക്ക ഇപ്പോൾ ഈ ആക്രമണത്തിൽ എത്രമാത്രം വലിയ തിരിച്ചടി നേരിടുന്നു നാസർ? ഇന്നലെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസകരമായിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായ ദിവസം കൂടിയാണ്. തങ്ങളുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ജെറാൾഡ് ആർ ഫോർഡ്, ആ ജെറാൾഡ് ആർ ഫോർഡിൽ വലിയ തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തം ഏറെക്കുറെ രാത്രിയോടുകൂടി നിയന്ത്രണ വിധേയമായതായി US സെൻട്രൽ കമാൻഡ് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതേതെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുള്ള ആക്രമണം കൊണ്ട് സംഭവിച്ചതല്ല, ഒരു സാങ്കേതിക തകരാർ, പിന്നെ പ്രതീക്ഷിക്കാത്ത സാങ്കേതിക തകരാറാണ് ഈ വിമാനവാഹിനി കപ്പലിനെ തീപിടിക്കാൻ ഇടയാക്കിയ ഒരു സാഹചര്യം എന്നാണ് US സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നത്. അതിന് പിന്നാലെയാണ് മറ്റൊരു പ്രസ്താവന വന്നത്. എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിന് നേരെ ആക്രമണം നടത്തിയെന്ന ഇറാന്റെ അവകാശവാദം പൂർണ്ണമായിട്ടും തെറ്റാണ്. കപ്പൽ വളരെ സുരക്ഷിതമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇറാനെതിരായിട്ടുള്ള സൈനിക നടപടികളിൽ ഈ കപ്പൽ നിർണായകമായിട്ടുള്ള പങ്കാണ് വഹിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വിശദീകരണം അടുത്ത സ്റ്റേറ്റ്മെന്റ് വന്നു. തുടർന്നാണ് അർദ്ധരാത്രിയോടുകൂടി ഇറാഖിൽ തങ്ങളുടെ ഇന്ധനം നിറയ്ക്കുന്ന ഒരു വിമാനം തകർന്നു വീണതായിട്ട് ഔദ്യോഗികമായി തന്നെ US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ഇത് US സെൻട്രൽ കമാൻഡ് നൽകിയിരിക്കുന്ന വിശദീകരണ പ്രകാരം KC-135 എന്ന വിമാനമാണ് പശ്ചിമ ഇറാഖിൽ തകർന്നു വീണത്. ഇത് ഏതെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുള്ള ആക്രമണം കൊണ്ടല്ലെന്ന് ഇക്കുറിയും US സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നുണ്ട്. നേരെ മറിച്ച് മറ്റൊരു വിമാനവുമായിട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു. പക്ഷേ കൂട്ടിയിടിച്ച വിമാനം സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്തു. പക്ഷേ ഈ വിമാനത്തിന് KC-135 എന്ന വിമാനം തകർന്നു വീഴുകയായിരുന്നു. അതിലുള്ള വൈമാനികരെ കണ്ടെത്താൻ തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാണ് എന്നതാണ് ഏറ്റവും അവസാനമായിട്ട് US സെൻട്രൽ കമാൻഡ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. അതിന് പിന്നാലെ ഇന്ന് വെളുപ്പിനാണ് ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെയും അതോടൊപ്പം തന്നെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റന്റ് വിഭാഗത്തിന്റെയും പ്രസ്താവനകൾ പുറത്തുവരുന്നത്. തങ്ങളാണ് നവീന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വിമാനം തകർത്തിട്ടത്. അതിൽ 6 വൈമാനികരുണ്ടായിരുന്നു. 6 പേരും കൊല്ലപ്പെട്ടതായിട്ടാണ് ഇറാനും അതോടൊപ്പം തന്നെ ഇറാൻ അനുകൂല ഷിയ വിഭാഗവും പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് സ്ഥിരീകരിക്കാനോ ഈ 6 പേരും കൊല്ലപ്പെട്ടു എന്ന് അംഗീകരിക്കാനോ ഇതുവരെയും US സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അങ്ങനെ 3 സംഭവങ്ങളാണ് ഇന്നലെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് അമേരിക്ക ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പക്ഷെ അതേസമയം ഇറാന് നേരെയുള്ള ആക്രമണം അതിശക്തമായി തന്നെ തുടരുകയാണ്. കാരണം നിലവിലുള്ള സാഹചര്യത്തിൽ ശക്തമായിട്ട് ഇറാനെതിരായിട്ടുള്ള സൈനിക നടപടികൾ തുടരുകയല്ലാതെ തങ്ങൾക്ക് മുമ്പാകെ മറ്റൊരു മാർഗമില്ല എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമാണ് അമേരിക്കൻ നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിന് നേർക്കുള്ള ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണം തുടരുന്നുണ്ട്. പക്ഷേ നേരത്തെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നിട്ട രാത്രിയും ഇന്ന് രാവിലെയും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ വലിയ തോതിൽ കുറവ് വന്നിട്ടുണ്ട്. കുവൈത്ത്, ബഹ്റൈൻ, സൗദി ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടന്നു എന്നതല്ലാതെ ആർക്കെങ്കിലും ആളപായം സംഭവിച്ചതായോ അല്ലെങ്കിൽ പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഈ പിന്നിട്ട രാത്രിയും ഇന്ന് രാവിലെയും ഉണ്ടായിട്ടില്ല. ഇന്നലെ വെളുപ്പിനൊക്കെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളായിരുന്നു നടന്നത്. പക്ഷെ അതേസമയം ജിൽസി, ഈ ഇന്ധന വിലവർദ്ധനവ് വീണ്ടും ഉയരാനുള്ള ഒരു സാധ്യത തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം $101 മുകളിലേക്ക് ഇപ്പോൾ എണ്ണവില ഉയർന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയും ശക്തമായി തന്നെ തുടരുകയാണ്. അതിലേക്കാണ് വരുന്നത് നാസർ. അതായത് ഇന്നലെ മുജ്തഫ ഖാംനയുടെ ഒരു പ്രസ്താവന, ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടത് അത് തുടരുമെന്ന് തന്നെ പറയുമ്പോൾ
സ്വാഭാവികമായിട്ടും അത് ലോകത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ കപ്പലുകൾക്ക് ഒരുപക്ഷെ അനുമതി നൽകിയേക്കും എന്നുള്ള വാർത്തകളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലും ഒരു തീരുമാനമാകാത്ത സ്ഥിതിക്ക് ഒരുപക്ഷെ ഇപ്പോൾ പല രാജ്യങ്ങളിലും തുടരുന്ന ഇന്ധനക്ഷാമം അതൊരുപക്ഷെ അതിന്റെ ഒരു തീവ്രത വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടിയാണ് ഇനിയുള്ളത്. ജിൽസി, ഏറ്റവും അവസാനമായിട്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള രാജ്യങ്ങളുടെയും കപ്പലുകൾക്കൊഴികെ മറ്റു കപ്പലുകൾക്കൊക്കെ അനുമതി നൽകും, ഇത് അടച്ചിടാനുള്ള ഒരു തീരുമാനമില്ല എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമാണ് ഇറാന്റെ സൈനിക വിഭാഗം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇന്നലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾക്ക് ആ കപ്പലുകൾക്ക് സുഗമമായിട്ട് കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം തങ്ങളുടെ വിലക്ക് ലംഘിച്ച് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ച 2 കപ്പലുകൾക്ക് നേരെ ഇന്നലെ ആക്രമണം നടത്തിയതായിട്ടും ഇറാന്റെ സൈനിക വിഭാഗം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ വിലക്ക് എന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അവരുടെ സഖ്യകക്ഷികളുടെയും കപ്പലുകൾക്കുള്ള വിലക്ക് തുടരുമെന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. പൂർണ്ണമായിട്ടും ഇത് അടച്ചിടും എന്ന അർത്ഥത്തിലായിരുന്നു മുജ്തബ ഖാനയുടെ പ്രതികരണം വന്നത്. പക്ഷെ അതിന് പിന്നാലെ സൈന്യത്തിന്റെ വിശദീകരണം വന്നിരിക്കുന്നത് ഈ ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയ്ക്ക് ഈ കടലിടുക്കിൽ തങ്ങളുടെ നിയന്ത്രണം ശക്തമായി തുടരും, അതിനെ ലംഘിക്കാൻ ആർക്കും സാധ്യമല്ല. അത്തരമൊരു നീക്കവുമായിട്ട് വരികയാണെങ്കിൽ അതിന് തിക്തമായിട്ടുള്ള തിരിച്ചടി ലഭിക്കുമെന്ന് കൂടി സൈനിക നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. നാസറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പശ്ചിമേഷ്യ സംഘർഷഭരിതമായി തന്നെ തുടരുകയാണ്. അമേരിക്കയും ഇറാനും ഇസ്രായേലും ഒക്കെ ഈ ആക്രമണത്തിൽ കൂടുതൽ പങ്കാളികളാകുന്നു. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണവും തുടരുന്നുണ്ട്. അതിന്റെ